വയനാട് ലോക്സഭയിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചത്ര പോളിംഗ് ഉണ്ടായില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്തിനു വേണ്ടി വോട്ട് ചെയ്യണം എന്ന തോന്നൽ തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധി അവിടെ വിജയിച്ചു, ആ പദവി ഉപേക്ഷിച്ച് അദ്ദേഹം പോയി. പകരം പ്രിയങ്ക ഗാന്ധി വരുന്നു. പ്രിയങ്ക എന്തായാലും ജയിക്കും, പിന്നെ എന്തിനു വോട്ട് ചെയ്യണം എന്ന തോന്നൽ പലർക്കും ഉണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വോട്ട് കുറഞ്ഞതോടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമെന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ. വലിയ തോതിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും പ്രിയങ്ക രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ ഭൂരിപക്ഷം നേടി. രാഹുൽ ഗാന്ധി ആദ്യം മത്സരിച്ചപ്പോൾ നേടിയ ഭൂരിപക്ഷത്തെക്കാൾ കുറവാണെങ്കിലും ഇത്തവണ പോളിംഗ് കുറവാണ് എന്നത് കണക്കിലെടുക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം വലുത് തന്നെയാണ്. മലയാളമോ ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും ഭാഷയോ വശമില്ലാത്ത പ്രിയങ്ക ഗാന്ധി ഹെലികോപ്റ്ററിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി തിരിച്ചു പോയിട്ടും ഇത്ര വലിയ ഭൂരിപക്ഷം നേടിയത് തൊട്ടടുത്ത എതിരാളിയുടെ ഇരട്ടി വോട്ട് ഭൂരിപക്ഷം നേടിയത് ചില സൂചന തന്നെയാണ് നൽകുന്നത്. പ്രിയങ്ക ഗാന്ധിയോടും കോൺഗ്രസിനോടും വയനാട്ടിലെ ജനങ്ങൾക്കുള്ള മമത. ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പാവുകയാണ്, വയനാട്ടിലെ എക്കാലത്തെയും MP ആയി ഇനി പ്രിയങ്ക ഗാന്ധി ഇവിടെ ഉണ്ടാവും.